103 സങ്കീർത്തനം 3-ാമത്തെ വാക്യം മുതലാണ്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, നിന്റെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു, ദയയും കരുണയും തരുവല്ല അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം. നിന്റെ യൗവനം കഴുകൻ വെച്ചാൽ ഈഗിൾ, പരുന്തെന്നാ പറയേണ്ടി, കഴുകൻ എഴുതിയിരിക്കുന്നത്. ഈഗിളിനെ പോലെ പുതുക്കി വരുന്നവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നന്മയുടെ പ്രതീക്ഷ ആണ് യൗവനത്തെ പുതുക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ റിട്ടയർ ആയി കഴിഞ്ഞാൽ കാണാൻ മേലെ പെട്ടെന്ന് അങ്ങ് പ്രായമാകും. കാര്യം അവർക്ക് മുമ്പോട്ട് ഇനി പ്രതീക്ഷയൊന്നുമില്ല. റിട്ടയറായി, ഇനി ആയുസ് ഇങ്ങനെയൊക്കെ തന്നെ. ദൈവം നമ്മുടെ യൗവനത്തെ പുതുക്കുന്നത് എങ്ങനെയാണ്? പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇരിക്കുമ്പോൾ ഇനിയും വലിയ പ്രതീക്ഷയ്ക്ക്, ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻറ്റ്, പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ദൗത്യം എനിക്ക് മനസ്സിലായി. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ആയുസ് കൊണ്ട് ഈ ഭൂമിയിൽ അനേകർക്ക് ഇനിയും പ്രയോജനം കിട്ടാറുണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നന്മ കൊണ്ട്. ഒന്നുകൂടെ വായിച്ചാൽ 5. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ. അവൻ നിന്റെ വായ്ക്ക് എന്ന് വെച്ചാൽ യു വിൽ ബ്ലെസ് യുവർ സെൽഫ്, യു വിൽ ബി ബ്ലെസ്ഡ്. മാത്രമല്ല, ഇതെല്ലാം യേശു എൻ്റെ കർത്താവാണെന്ന് പറയുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സാണ്, ബെനിഫിറ്റുകളാണ്, പ്രയോജനം, ആനുകൂല്യങ്ങൾ. ആനുകൂല്യം എന്താ? നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിപ്പാൻ ദൂതന്മാരെ ഞാൻ കൽപ്പിച്ചിരിക്കുക. നിങ്ങളും ഞാനും എൻ്റെ വായിന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് നിവർത്തിക്കാൻ ദൂതന്മാർ ഇറങ്ങി പുറപ്പെടുക. ഇതാർക്ക് വേണ്ടിയാണ്? പുതിയ സൃഷ്ടിക്ക് വേണ്ടി. യേശു എൻ്റെ കർത്താവെന്ന് പറഞ്ഞവർക്ക്.